നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടകൻ കൃഷിക്കുള്ള വിള പരിപാലന നിർദ്ദേശങ്ങൾ. കേരളത്തിലെ ആദ്യ ഫുഡ് ടെക്നോളജി കോളേജ് തുമ്പൂർ മൂഴിയിൽ. മുണ്ടകൻ കൃഷിക്ക് തുടക്കമിടുന്ന മാസമാണിത്. മുണ്ടകന് ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഒരു ഏക്കറിന് 25 മുതൽ 30 കിലോ വരെ വിത്ത് മതിയാകും. ഒരു ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം കാലിവളം ചേർക്കണം. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണസ് ചെയ്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ കഴിയും. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജോരി, കാർത്തിക, കാഞ്ചന, രമണിക, വർഷ, മകം, രേവതി മുതലായവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കാനകം, ഗൌരി തുടങ്ങിയവയുമാണ്. പാലക്കാടൻ പ്രദേശങ്ങൾക്ക് പറ്റിയ മൂപ്പ് കൂടിയ ഇനങ്ങൾ പൊന്മണി, പൊന്നി, ശ്വേത എന്നിവയാണ്. വിളത്തിന്റെ ലഭ്യതയനുസരിച്ച് വേണം ഇനം തിരഞ്ഞെടുക്കാൻ. തണ്ടുതുരപ്പിന്റെയും പോളരോഗത്തിന്റെയും ശല്യമുള്ള ഇടങ്ങളിൽ ഇവയെ ചെറുക്കാൻ ശേഷിയുള്ള കാഞ്ചന, കരുണ എന്നീ ഇനങ്ങൾ നടുന്നത് നന്നായിരിക്കും. ഉമ, ഗൌരി തുടങ്ങിയ ഇനങ്ങളും പൊതുവെ രോഗപ്രതിരോധ ശേഷി കൂടിയവയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ ലോക നാളികേര ദിനം ആചരിച്ചു. തെങ്ങ് കൃഷിയിലൂടെ ജൈവ സന്തുഷ്ടി എന്ന ഏകദിന പരിപാടിയുടെ ഉദ്ഘാടനം പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരളയുടെ ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ് നിർവഹിച്ചു. നാളികേര കൃഷിയിൽ വിള വൈവിധ്യവൽക്കരണത്തിലൂടെ കണ്ടെത്താവുന്ന അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഉൽപ്പന്ന വൈവിധ്യത്തെക്കുറിച്ചും സാങ്കേതിക വിദ്യകൾ വ്യാവസായികമായി ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. വിദഗ്ധ കർഷകർ അനുഭവങ്ങൾ പങ്കുവച്ചു. വിവിധ മത്സരങ്ങളിലെ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രാദേശിക കേന്ദ്ര മേധാവി ഡോക്ടർ വി കൃഷ്ണകുമാർ, ഡോക്ടർ റെജി ജേക്കബ് തോമസ്, കേന്ദ്ര മുൻ മേധാവി ഡോക്ടർ CPR നായർ, ഡോക്ടർ P അനിതാകുമാരി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്ത് ഭക്ഷ്യ സംസ്കരണ രംഗത്തെ വളർച്ചയും തൊഴിൽ സാധ്യതകളും ലക്ഷ്യമിട്ടുകൊണ്ട് വെറ്ററിനറി സർവകലാശാലയുടെ ഫാക്കൽറ്റി ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജി തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തുള്ള തുമ്പൂർ മൂഴിയിൽ സെപ്റ്റംബർ 7-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യവ്യവസായ മേഖലയിൽ രാജ്യത്തെ വാർഷിക വളർച്ചാ നിരക്ക് 20%-ലധികമാണ്. ഇതിന് ആനുപാതികമായി ഫുഡ് ടെക്നോളജിസ്റ്റുകൾക്ക് അനന്ത തൊഴിൽ സാധ്യതകൾ രാജ്യത്തിനകത്തും വിദേശത്തും ഉണ്ട്. ഇത് ലക്ഷ്യമിട്ടാണ് വെറ്ററിനറി സർവകലാശാല ഫുഡ് ടെക്നോളജി കോളേജ് ആരംഭിക്കുന്നത്. +2 പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ബിടെക് ഡയറി കോഴ്സിന് പ്രവേശനം നേടാം. ആദ്യ വർഷത്തിൽ 50 കുട്ടികൾക്ക് പ്രവേശനം നൽകും. ക്ലാസ് സെപ്റ്റംബർ അവസാനം ആരംഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാവിലെ 10 മണി മുതൽ ക്ഷീര കർഷകർക്കായി മൂല്യവർദ്ധിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ തീറ്റപ്പുൽ കൃഷിയെക്കുറിച്ചും സെമിനാറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 7, 8, 9 തീയതികളിൽ പച്ചക്കറി കൃഷിയും ജൈവ കീടനാശിനി നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. ഫീസ് 1500 രൂപ. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8086405476, 9645420575. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8086405476, മറ്റൊരു നമ്പർ 9645420575. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 12,800 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,000 രൂപ, കൊപ്ര കൊച്ചി 7,870 രൂപ, കൊപ്ര കോഴിക്കോട് 8,100 രൂപ, കൊപ്ര തൃശൂർ 8,140 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,300 രൂപ, ചുക്ക് മീഡിയം 21,500 രൂപ, ചുക്ക് ബസ്റ്റ് 22,500 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, മഞ്ഞൾ ഈറോഡ് 8,000 രൂപ, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,150 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,550 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,700 രൂപ, കൊപ്ര 7,870 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,300 രൂപ, ചുക്ക് മീഡിയം 21,500 രൂപ, ചുക്ക് ബസ്റ്റ് 22,500 രൂപ, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180-നും 225-നും മധ്യേ.
ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 325-നും 410-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 600-നും 925-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 800 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 10,600 രൂപ. റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,150 രൂപ. ഒട്ടുപാൽ 7,000 രൂപ. ലാറ്റക്സ് 7,600 രൂപ. ഇനി കമ്പോള അവലോകനം. ഉത്സവ ദിനങ്ങൾ അടുത്തതോടെ ഉത്തരേന്ത്യക്കാർ കുരുമുളക് സംഭരിക്കാൻ ഉത്സാഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. ഹൈറേഞ്ച് കുരുമുളക് നീക്കം ഈ വാരം ചുരുങ്ങിയത് കണ്ട് അന്തർ സംസ്ഥാന വ്യാപാരികൾ വില ഉയർത്തി. ഗാർബിൾ കുരുമുളക് കിലോ 673 രൂപ. മഞ്ഞൾ വിപണി സജീവം. കേരളത്തിലും തമിഴ്നാട്ടിലും പ്രമുഖ വിപണികളിൽ മഞ്ഞളുടെ ഇടപാട് വർദ്ധിച്ചു. ഔഷധ നിർമ്മാതാക്കളും കയറ്റുമതിക്കാരും രംഗത്തുണ്ട്. അതേസമയം ചുക്കുവില തുടർച്ചയായ 2-ാം വാരത്തിലും കുറഞ്ഞു. വിപണിയിലെ തളർച്ച കണ്ട് ഉൽപാദകർ ചരക്ക് നീക്കം കുറച്ചു. ഇന്ന് തേക്കലിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനം ഏലത്തിന് കിലോ 931 രൂപ ഉറപ്പുവരുത്താനായി. പ്രമുഖ ലേല കേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക വരവ് ശക്തം. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. ഓയിൽ മില്ലുകാർ വിൽപ്പനയ്ക്ക് തിടുക്കം കാണിച്ചാൽ കൊപ്രയ്ക്ക് തിരിച്ചടിയാവും. റബ്ബർ അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം കണ്ട് ടയർ വ്യവസായികൾ ഷീറ്റ് സംഭരണം കുറച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.5, 26.4. കൊച്ചി 32.2, 25. ആലപ്പുഴ 35.2, 26.2. പുനലൂർ 33.2, 24.2. തിരുവനന്തപുരം 34.5, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.